മോഷണം പ്രതിരോധിച്ച സ്ത്രീയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടു. തൃശൂർ തലോർ സ്വദേശിനിയായ അമ്മിണി ജോസിനാണ് പരിക്കേറ്റത്. ചണ്ഡീഗഡ് കൊച്ചുവേളി കേരള സമ്പർക്ക്രാന്തി എക്സ്പ്രസിൽ വെച്ചാണ് ഈ സംഭവം. ചണ്ഡീഗഡിൽ നിന്നും തിരുവനന്തപുരം കൊച്ചുവേളിയിലേക്ക് പോവുകയായിരുന്ന സമ്പർക്ക്രാന്തി എക്സ്പ്രസിൽ വെച്ച് കഴിഞ്ഞ ദിവസം പുലർച്ചെ 5:30യോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. സഹോദരൻ വർഗീസിനൊപ്പമാണ് അമ്മിണി ജോസ് തൃശൂർ സ്വദേശി യാത്ര ചെയ്തിരുന്നത്. ട്രെയിൻ കോഴിക്കോട് എത്തിയ സമയത്ത് സഹോദരൻ ബാത്റൂമിലേക്ക് പോയി. ആ സമയത്താണ് മോഷ്ടാവെത്തി ബാഗ് പിടിച്ചു പറിക്കാൻ ശ്രമിച്ചത്. അമ്മിണി ജോസുമായി ഒരു പിടിവലിയുണ്ടായി. അതിനിടെ മോഷ്ടാവ് അമ്മിണി ജോസിനെ ബലം പ്രയോഗിച്ച് ട്രെയിനിന്റെ പുറത്തേക്ക് തള്ളിയിട്ട് ബാഗുമായി രക്ഷപ്പെടുകയായിരുന്നു. സഹോദരൻ ബഹളം കേട്ടെത്തി. പെട്ടെന്ന് തന്നെ യാത്രക്കാരും അപായച്ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തി അമ്മിണി ജോസിനെ താഴെ ഇറങ്ങി രക്ഷപ്പെടുത്തുകയായിരുന്നു. പിന്നീട് തൊട്ടടുത്തുള്ള താനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അവിടെ വെച്ച് പ്രാഥമികമായി അമ്മിണി ജോസിന് ചികിത്സ നൽകി. തലക്ക് മുറിവേറ്റിരുന്നു, രക്തം ഒലിക്കുന്ന സ്ഥിതിയിലായിരുന്നു. ശേഷം പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അവരെ മാറ്റുകയും ചെയ്തു. ഭാഗ്യം കൊണ്ടാണ് അതിഗൗരവമായ പരിക്കേൽക്കാതെ അമ്മിണി ജോസ് രക്ഷപ്പെട്ടത്. കാരണം ഇരുമ്പ് തൂണുകളും കല്ലുകളും ഒക്കെയുള്ള പ്രദേശത്താണ് അമ്മിണി ജോസ് തലയടിച്ച് വീണത്. പെട്ടെന്ന് തന്നെ യാത്രക്കാരും സഹോദരനും ഉണർന്ന് പ്രവർത്തിച്ചതിനാലാണ് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. ഏതായാലും ഈ പ്രതിയെ കണ്ടെത്താൻ വേണ്ടി റെയിൽവേ പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. പ്രാഥമികമായും ഒരു ഉത്തരേന്ത്യക്കാരനാണ് ഈ അക്രമം നടത്തിയതെന്ന് അമ്മിണി ജോസിന്റെ മൊഴിയിൽ നിന്നും പോലീസിന് വ്യക്തമായിട്ടുണ്ട്. പ്രതിയെ വൈകാതെ തന്നെ പിടികൂടാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് റെയിൽവേ പോലീസ്.